ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും ആലക്കണ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി തൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ പകരുമ്പോഴാണ് അറിവിന് മഹത്വം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും അതിലൂടെ എല്ലാ സജ്ജനങ്ങൾക്കും എന്നാൽ കഴിയുന്ന അറിവുകൾ പകർന്നു കൊടുക്കണം എന്നുമുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് ഇങ്ങനൊരു യൂട്യൂബ് തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ യൂട്യൂബ് വഴി ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ അറിവ് പരിമിതമായിരിക്കാം. പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറയുകയോ അല്ലെങ്കിൽ സദയം ക്ഷമിച്ച് എന്നോട് പൊറുക്കണമെന്നും ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടാണ് ഒരു പുണ്യമാസമായി നമ്മൾ കരുതിക്കൊണ്ട് വരുന്നത്. എന്തെന്നാൽ കർക്കിടകം പഞ്ഞക്കർക്കിടകം അല്ലെങ്കിൽ മഴക്കാലമുള്ള ദാരിദ്ര്യത്തിൻ്റെ ഒരു മാസമായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് ഇതിന് രാമായണ മാസം എന്നൊരു പദവി ലഭ്യമാവുന്നത്. ഈ രാമായണ മാസം എന്ന പദവി ലഭ്യമായതോടുകൂടി മാസങ്ങളിൽ കർക്കിടക മാസം വിശിഷ്ടമായി മാറി എന്നുള്ളതാണ് പറയാനായി സാധിക്കുന്നത്. കർക്കിടക മാസം ഇത്രത്തോളം പരിശുദ്ധമാവുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഭഗവാൻ ശ്രീരാമദേവൻ ജനിച്ചത് ആ മാസത്തിലാണ്. അതോടൊപ്പം തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഭവനങ്ങളിലും രാമായണം വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഈ മാസത്തെ പുണ്യമാസമായി തന്നെ നമ്മൾ കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതായ ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്ന രാമായണവും മഹാഭാരതവും, വാൽമീകിയാൽ വിരചിതമായിരിക്കുന്ന രാമായണം, ആ രാമായണത്തിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ രാമായണം കൊണ്ടുണ്ടാകുന്ന മനുഷ്യ മനസ്സിൻ്റെ കൽമഷങ്ങളെ തീർത്തുകൊണ്ട് മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തമായ ഒരു ഭാവം രാമായണത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ രാമായണത്തിൻ്റെ കഥകളാണ് അല്ലെങ്കിൽ നമ്മുടെ വാൽമീകി വിരചിതമായ രാമായണത്തിലെ ശ്രീരാമദേവൻ്റെ ബാലലീലകളും ശ്രീരാമദേവൻ്റെ കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവത് ചരണങ്ങളിൽ നമസ്കരിച്ച് പാദാംബുജങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമദേവനെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ഞാനതിലേക്ക് കടക്കുകയാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത വീണാവരദണ്ഡമണ്ഡിതകരായ ശ്വേതപദ്മാസന യാ വാഗ്വിഭവപ്രദാ ത്രിനയനാ സൗഭാഗ്യസംവൽക്കരി സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഠ്യാപഹാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ സ്മരിച്ച് ശ്രീ ഗണപതി ഭഗവാനെ
സ്മരിച്ച് വാണി ദേവിയെ സരസ്വതീ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. സദാശിവ സമാരംഭാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആദി ഗുരു എന്നറിയപ്പെടുന്നത് സനകാദി മുനിമാർക്ക് മൗനത്തിലൂടെ എല്ലാം അരുളി ചെയ്തത് ഭഗവാൻ പരമേശ്വരൻ അല്ലെങ്കിൽ ശ്രീ രുദ്രൻ. ഇവർക്ക് മൗനത്തിലൂടെയാണ് ആദ്യമായി എന്ത് ചെയ്യുന്നത്, എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം. എല്ലാ ഗുരുക്കന്മാരെയും ആദ്യം മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ മനസ്സാൽ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിഘ്നങ്ങളും അകറ്റുവാൻ വിഘ്നേശ്വരനെ നമ്മൾ ഭജിക്കുന്നു. എന്ത് കാര്യങ്ങൾ നടത്തുമ്പോഴും നമ്മൾ വിഘ്നേശ്വരനെ ഭജിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഇതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഘ്നങ്ങളും ഉണ്ടാകരുത് എന്ന് ഭഗവാനെ മനസ്സാൽ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നമ്മൾ എന്തൊരു പ്രവൃത്തിയും തുടങ്ങാൻ. എന്തുകൊണ്ടങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആദിദേവൻ എന്നറിയപ്പെടുന്ന ഗണപതി ഭഗവാനെ നമ്മൾ വന്ദിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വിഘ്നങ്ങളും അകലുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി ഭഗവാനെ സ്മരിക്കുന്നു. അടുത്തായി നമ്മളൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാചകം പറയുമ്പോൾ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നമ്മളൊരു പ്രവർത്തനം നടത്തുമ്പോൾ വാണീ ദേവതയെ നമ്മൾ സ്മരിക്കണം എന്നുള്ളത് ഞാൻ നിർബന്ധമായും എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വാക്കുകൾ ആണ് ഏറ്റവും വലിയ ശക്തി. മനുഷ്യനെ മോശപ്പെടുത്തുന്നതും മനുഷ്യനെ നല്ലവനാക്കി മാറ്റുന്നതും മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്ന അവൻ്റെ വാക്കുകളാണ്. നല്ല വാക്കുകൾ പറഞ്ഞാൽ അവൻ നല്ലവനാണെന്നും ഇതിൻ്റെ ഇടയിൽ ഒരു മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ അവനെ മോശപ്പെട്ടവനായി ചിത്രീകരിക്കാൻ വാക്കിന് ശക്തിയുണ്ട്. ഇത്രയും ശക്തിയുള്ള ഒന്നാണ് വാണി അല്ലെങ്കിൽ വാക്കുകൾ. അതുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളൊരു പഠനം നടത്തുമ്പോൾ നമ്മൾ വാണീ ദേവതയെ മനസ്സിൽ അത്രത്തോളം തന്നെ സ്മരിക്കണം, അത്രത്തോളം പ്രാർത്ഥിക്കണം. അകമഴിഞ്ഞ ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, നമ്മുടേതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന എല്ലാ ഭക്തജനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളും അത് തന്നെ ചെയ്യണം. കാരണം നമ്മളൊരു കാര്യത്തിനിറങ്ങുമ്പോൾ ഗുരുനാഥനെയും ഗണപതി ഭഗവാനെയും വാണീ ദേവതയെയും മനസ്സാൽ സ്മരിച്ച് വേണം ഇറങ്ങാൻ. അതെ, രാമായണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇതിഹാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രാമായണം, മഹാഭാരതം. രാമായണത്തെ ആദികാവ്യം എന്ന് തന്നെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് രാമായണത്തെ ആദികാവ്യമെന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യമായി രാമായണം രചിക്കപ്പെടുമ്പോൾ വാൽമീകി മുനിയുടെ വാക്കുകളെന്ന് പറയുന്നത് ഒരു കവിതാ ശകലം അല്ലെങ്കിൽ ശ്ലോകമായിട്ടാണ് രൂപപ്പെടുന്നത്. അതായത് തമസാ നദിക്കരയിൽ വാൽമീകി മഹർഷി പോകുമ്പോൾ അവിടെ രണ്ട് ക്രൗഞ്ചപക്ഷികളെ കാണുകയും ക്രൗഞ്ചപക്ഷികളിങ്ങനെ അവരുടേതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരിണപ്പക്ഷിയെ വേടൻ അമ്പയുകയാണ് ചെയ്യുന്നത്. അത് കണ്ട് വാൽമീകി മഹർഷി വേടനെ ശപിക്കുന്നു. പക്ഷേ ഈ ശാപം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ശാപം പോലെ അല്ലെങ്കിൽ അന്ന് വാക്കുകൾ കൊണ്ടുള്ള ശാപമല്ല, അതൊരു ശ്ലോകമായി മാറുകയാണ് ചെയ്തത്. മാനുഷാദ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രസിദ്ധമായ ശ്ലോകം നമുക്കറിയാം. അപ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാമുനി കാട്ടാളിനെ ശപിക്കുന്നത്. അതിന് ശേഷം മാമുനി ചിന്തിക്കുന്നുണ്ട്, ഒരു മുനി എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയും കോപത്തിന് അടിമപ്പെടാൻ പാടില്ലായിരുന്നു, ഞാനിത് പറയരുതായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ശ്രീ ബ്രഹ്മദേവൻ തന്നെ മാമുനിയുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് നിൻ്റെ വാക്കുകളല്ല, ഞാനാൽ നിന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം ഒരു രത്നാകരൻ എന്ന പേരിലെ കാട്ടാളനായ നീ രാമമന്ത്രം
മുനിമാർ പറഞ്ഞ സപ്തർഷികൾ പറഞ്ഞ അനുസരിച്ച് പറയുകയും അത് നിനക്ക് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ആമരമീമര എന്ന് പറഞ്ഞ് രാമ 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 രാമയായി നീ രാമമന്ത്രം ജപിച്ചുകൊണ്ടാണ് ചിതൽപുറ്റിൽ നിന്നും പുറത്തേക്ക് വന്നത്. ആയതിനാൽ ശ്രീരാമചന്ദ്രൻ്റെ ചരിതം മൊത്തം രചിക്കുന്നതിനുള്ള ഒരു യോഗം നിങ്ങൾക്കാണ്, മാമുനിക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാമുനി അത് രചിക്കണം എന്ന് ബ്രഹ്മാവ് നേരിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രാമായണത്തിൻ്റെ ഉത്ഭവവും അതിനുള്ള കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ രചിക്കും, എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത്, രാമൻ്റെ ചരിതങ്ങൾ, ശ്രീരാമദേവൻ്റെ ചരിതങ്ങൾ എങ്ങനെയാണ് എനിക്ക് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് മാമുനി തൻ്റെ മനസ്സിൽ ശ്രീരാമദേവനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാമദേവൻ്റെ ബാലലീലകൾ മുതൽ ഇങ്ങറ്റം വരെയുള്ള കാര്യങ്ങളും മുനിയുടെ മനോമണ്ഡലത്തിൽ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് പറയും. രാമായണം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് അർത്ഥത്തിലാണ് രാമായണത്തെ ചിന്തിക്കാറുള്ളത്. ഒന്ന്, രാമൻ്റെ അയനം, അതായത് രാമൻ്റെ സഞ്ചാരം. രണ്ട്, രാമായണം. എന്താണ് രാമായണം എന്ന് പറയുമ്പോൾ രാത്രി മായണം എന്ന് പറയാറുണ്ട്. ഈ രാത്രി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പകൽ രാത്രി ആ രാത്രി അല്ല. സത്യത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ രാമായണത്തെ കൂടുതൽ വിശദമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനോവ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം രാമായണത്തിലെ രാത്രി മായണം എന്ന് പറയുന്ന ആ രാവ് രാത്രിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കൽമഷങ്ങളാണ്, നമ്മുടേതായ തെറ്റായ ചിന്തകളാണ് നമ്മളെ പവിത്രീകരിക്കുന്നതിനെയാണ് രാമായണം എന്ന് പറയുന്നത്. ആ രാത്രി നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കിക്കൊണ്ട് ജ്ഞാനോദയം സിദ്ധിക്കുക, അതാണ് രാമായണം എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പിന്നെ രാമൻ്റെ അയനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും ഒരു വിഭാഗം ആളുകൾ പറയും രാമായണത്തിൻ്റെ അർത്ഥം അതാണെന്ന് പറയുന്നുണ്ട്. അതും ശരി തന്നെയാണ്. പക്ഷേ ഈ രാമായണത്തിലെ രാത്രി മായണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ നശിപ്പിക്കുക എന്നാണ്. അജ്ഞാനത്തിൽ നിന്ന് നശിപ്പിച്ച് ജ്ഞാനോദയം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പവിത്രീകരിക്കപ്പെടുന്നു. അതാണ് രാമായണം. രാമായണത്തിന് എന്ന ഇതിഹാസ കാവ്യത്തിന് അത്രത്തോളം തന്നെ പ്രാധാന്യം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജനതയ്ക്ക്, ഹൈന്ദവർ എന്ന് മാത്രം പറഞ്ഞിട്ട് എല്ലാ ജനതയ്ക്കും, എല്ലാ ജീവജാലങ്ങൾക്കും പാഠമാകേണ്ട ഒരു കാര്യമാണ് രാമായണം എന്ന പുസ്തകം വായിക്കും നമ്മൾ മനസ്സിലാക്കും. രാമായണത്തിലെ ഓരോ വരികളും നമ്മൾ വിശദമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓരോ ഘട്ടങ്ങളും ഓരോ കാണ്ഡങ്ങളും നമ്മൾ വിശദമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ ഒരു രൂപം കിട്ടും. നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളും രാമായണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ പ്രവൃത്തികളുടെ മാലിന്യങ്ങളെ മാറ്റിക്കൊണ്ട് ശുദ്ധത വരുത്തുന്നതിനുള്ള, ആത്മജ്ഞാനം വരുത്തുന്നതിനുള്ള, അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയായി നമുക്ക് രാമായണത്തിനെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. വരും ദിവസങ്ങളിൽ ശ്രീരാമചന്ദ്രൻ്റെ ബാലലീലകൾ അല്ലെങ്കിൽ കഥകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ആലക്കണ്ണൻ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. എല്ലാ സജ്ജനങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.